സിമ്പിളായിട്ട് എങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാനായി കുറച്ചധികം വെള്ളം, ഉപ്പ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം എന്നിവ ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കിലോ കഴുകി വെച്ച ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുക. ഒരു 90% അരി വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ബിരിയാണിയിലേക്ക് ചേർക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ടൊമാറ്റോ എന്നിവയാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി, ഒരുപാട് ചെറുതായി പോവണ്ട. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. ഒരു ബിരിയാണി പോട്ടിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതേ ഓയിലിൽ തന്നെ ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞത് വറുത്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് മസാലയ്ക്ക് ആവശ്യമായ 3 വലിയ സവാള വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ചതച്ചതും ചേർക്കണം. ഞാനിവിടെ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നേരത്തെ ചേർക്കാൻ വിട്ടുപോയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഈ സമയത്താണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസും തക്കാളിയും ക്യാപ്സിക്കവും ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും പകുതി നാരങ്ങയുടെ നീരും 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിളക്കുക. ദം ചെയ്യാനുള്ള സൗകര്യത്തിനായി തയ്യാറാക്കി വെച്ച മസാല ഞാൻ വലിയൊരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഊറ്റി വെച്ച റൈസ് ചേർക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു.